ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. വ്യൂവ രാഹുൽ ബജാജ് എഞ്ചിനീയറിംഗ് സ്കോളർഷിപ്പ് 2025-26 കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ്സ്. ബജാജ് ഓട്ടോ ലിമിറ്റഡിന്റെ ഒരു പ്രധാന CSR സംരംഭമായ ഈ സ്കോളർഷിപ്പ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ തുടങ്ങിയ കോർ എഞ്ചിനീയറിംഗ് മേഖലകളിൽ മികവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു സാമ്പത്തിക സഹായ പദ്ധതിയാണിത്. മികച്ച മെന്റർഷിപ്പും വ്യാവസായിക പരിചയവും നൽകുന്ന ഒരു സമഗ്ര പ്രോഗ്രാം കൂടിയാണിത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾക്കും, അപേക്ഷാ നടപടികൾക്കും, കരിയർ ഗൈഡൻസിനും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനുമായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. ഈ സ്കോളർഷിപ്പിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾ താഴെ പറയുന്ന എല്ലാ നിബന്ധനകളും പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഇന്ത്യൻ പൗരത്വമുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം. അതുപോലെ തന്നെ അക്കാദമിക് +2 ക്ലാസ്സുകളിലെ ഒരു 75% മാർക്കിൽ കുറയാത്ത ഒരു സ്കോർ ഈ പെൺകുട്ടികൾ നേടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വഴി BE അല്ലെങ്കിൽ BTech കോർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടിയിട്ടുണ്ടായിരിക്കണം. 2025-26 അധ്യയന വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച 40 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നിൽ എൻറോൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ 40 കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസൈറ്റ് 360 മെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. എലിജിബിലിറ്റി സ്ട്രീംസ്, അതായത് താഴെ പറയുന്ന കോർ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലെ ഒന്നായിരിക്കണം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. അത് മസ്റ്റാണ്. അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ ഏരിയ, ഓട്ടോമൊബൈൽ സ്ട്രീം, മെക്കാട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, അതുപോലെ തന്നെ മെറ്റീരിയൽ സയൻസ്, അതുപോലെ മെറ്റലർജി. ഇത്രയും സ്ട്രീമുകളിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സിന് നിങ്ങൾ അഡ്മിഷൻ എടുത്ത കുട്ടികളായിരിക്കണം 2025-26 അക്കാദമിക് ഇയറിൽ. എങ്കിൽ മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പിന് നിങ്ങൾ എലിജിബിൾ ആവുകയുള്ളൂ. ഓക്കെ, സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പ്രോഗ്രാം വെറും ഒരു സാമ്പത്തിക സഹായത്തിനപ്പുറം വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ച ഉറപ്പുവരുത്തുന്ന ഒന്നാണ്. സാമ്പത്തിക സഹായം 8 ലക്ഷം രൂപ വരെ 4 വർഷത്തെ കോഴ്സിനായിട്ട് ഓരോ സെമസ്റ്ററിലും അക്കാദമിക് ഫീസ് പൂർണ്ണമായിട്ടും ഇതിലൂടെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ മെന്റർഷിപ്പ്, പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളിൽ നിന്നും വനിതാ നേതാക്കളിൽ നിന്നും മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. അതുപോലെ വ്യവസായ പരിചയം, അതായത് മാനുഫാക്ചറിങ് അന്തരീക്ഷത്തിലുള്ള വ്യാവസായിക സന്ദർശനങ്ങൾ, അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ഇടപെടലുകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈഫ് സ്കിൽസ് ട്രെയിനിങ്, കരിയർ ഗൈഡൻസ് സപ്പോർട്ട്, ഇത്തരത്തിലുള്ള നൈപുണ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. അതുപോലെ വികസനത്തിനുള്ള വർക്ക്ഷോപ്പുകളെല്ലാം നമുക്ക് ലഭിക്കും. തുടർച്ചയായ പിന്തുണയ്ക്കും സഹകരണത്തിനും പൂർവ്വ വിദ്യാർത്ഥികളുടെ സമപ്രായക്കാരുടെയും എല്ലാം ഒരു വലിയ ശൃംഖലയ്ക്ക് ഈ ഒരു നെറ്റ്വർക്കിലൂടെ ഇതിലൂടെ ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു സ്കോളർഷിപ്പിനെ അപേക്ഷിക്കേണ്ടത്, ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ ന്യൂ അപ്ഡേഷൻസുകളും ഇൻസൈറ്റ് 360യുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുക. ഇൻസൈറ്റ് 360 ആപ്പ് വഴിയോ ഔദ്യോഗിക സ്കോളർഷിപ്പ് വഴിയോ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിൽ പ്രവേശിക്കാം. രജിസ്ട്രേഷൻ ലോഗിൻ ചെയ്യുക, ഒരു അക്കൗണ്ട് സൃഷ്ടിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്ത് ലോഗിൻ ആക്കുക, ഫോം പൂരിപ്പിച്ച് അപേക്ഷാ ഫോം ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ പൂരിപ്പിക്കുക. രേഖകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് ആവശ്യമായ എല്ലാ രേഖകളും അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യമായ രേഖകൾ, തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പാൻ ഓർ പാസ്പോർട്ട്, അതുപോലെ നിങ്ങളുടെ മേൽവിലാസം തെളിയിക്കുന്ന ഒരു പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നെ 10ാം ക്ലാസ്സിലും +2ലും മാർക്ക് ഷീറ്റുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ JEE മെയിൻ അഡ്വാൻസ് റാങ്ക് കാർഡ് അല്ലെങ്കിൽ തതുല്യമായ എൻട്രൻസ് സ്കോർ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കോളേജുകൾ നിലവിലത്തെ വർഷ പ്രവേശന രേഖകളും ഇതിൻ്റെ കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. കോളേജ് സെമസ്റ്റർ ഫീസ് അതടച്ചതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇത് തിരഞ്ഞെടുക്കൽ, അതായത് ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ റിന്യൂവൽ പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ ഘട്ടങ്ങളായിട്ടാണ് മെറിറ്റ് അടിസ്ഥാനമാക്കിയാണ് ഈ പ്രക്രിയ വരുന്നത്. അതായത് ഫസ്റ്റ് നിങ്ങളുടെ യോഗ്യത പരിശോധിക്കും. അടിസ്ഥാന യോഗ്യതാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതായത് 12ാം ക്ലാസ്സിലെ അക്കാദമിക് പ്രകടനത്തിൽ ഒരു 75% സ്കോർ കൂടാതെ അപേക്ഷകരുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
തുല്യമായ മെറിറ്റുള്ള സാഹചര്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന റാങ്കുള്ള സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയവർക്കും മുൻഗണന ലഭിക്കും. അതുപോലെ സമർപ്പിച്ച രേഖകൾ ക്രോസ് ചെക്ക് ചെയ്ത് അതിൻ്റെ ആധികാരികത അവർ ഉറപ്പാക്കുന്നതാണ്. അന്തിമമായ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിക്കുകയും ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്യും. ഈ സ്കോളർഷിപ്പ് റിന്യൂവൽ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സ്കോളർഷിപ്പ്